ഈ ജാറിൻ്റെ അടിയിലുള്ളത് എനിക്ക് ഒഴിവാക്കാനായിട്ട് തോന്നണില്ല കേട്ടോ. അപ്പോളേ ഈ രീതിയിൽ തട്ടം കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അടുക്കളപ്പണി നല്ലപോലെ നടക്കൂട്ടാ. അപ്പോൾ എന്നോട് 2-3 പേര് ചോദിച്ചിരുന്നിട്ടാ ഈ കെട്ട് എങ്ങനെ കെട്ടുമെന്ന്. പിന്നെ നമുക്ക് കമൻറ്റിലൂടെയും വന്നിരുന്നിട്ടാ. അപ്പോൾ അവർക്കുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. പിന്നെ കൂടെ നമ്മുടെ അടുക്കളപ്പണിയും കൂടി ഉണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കട്ടെ, എന്നാലേ ഈ കെട്ട് എങ്ങനെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ അൽഹംദുലില്ലാ നേരം കൊടുത്തു ഞാൻ എൻ്റെ നിസ്കാരവും ഒത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയ്ക്ക് വന്നാട്ടോ. അപ്പോൾ ഈ കെട്ട് അങ്ങനെ കെട്ടുതരാം, നമ്മൾ സാധാരണ കെട്ടൂലേ, ഇങ്ങനെ വട്ടക്കെട്ട് കെട്ടൂലേ, അപ്പോൾ അതുപോലെ തന്നെ ഒന്നിങ്ങനെ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് 2-3 വട്ടക്കെട്ടാണ്ട് കെട്ടുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് എടുത്തോണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ തിരികെ കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ വാലാക്കി ഇടാറാണ് ചെയ്യാറ് ഞാൻ. അപ്പോൾ എൻ്റെ പെരടി കാണുന്ന വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ പരത്തി വെച്ചിട്ടുള്ളത്. വാലായി കിടക്കുമ്പോൾ എന്താ പറയുക, ബാക്ക് ഭാഗം ഒന്നും കൂടി ഭംഗി കിട്ടും കേട്ടോ. ഇങ്ങനെയൊക്കെ കെട്ടുമ്പോൾ എന്താ പറയുക, അടുക്കളപ്പണി നല്ലപോലെ എടുക്കല്ലേ. പിന്നെ പണ്ടൊക്കെ ആൾക്കാർ കെട്ടിയിരുന്നില്ല, പട്ടക്കെട്ട് കെട്ടിയിരുന്നു, പിന്നെ വേറൊരു മോഡലൊക്കെ കെട്ടിയിരുന്നല്ലേ. ഇപ്പോൾ പിന്നെ അങ്ങനെ ആരും കെട്ടാറില്ല. അപ്പോൾ എന്നോട് പേഴ്സണലായി ചോദിച്ചവർക്കും അതുപോലെ തന്നെ കമൻറ്റിലൂടെ അറിയിച്ചവർക്കൊക്കെ പിന്നെ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ കെട്ട് കെട്ടണമെന്നുണ്ടെങ്കിൽ ഷാള് പിന്നെ കോട്ടൻ്റെതായിരിക്കണ്ട, മറ്റേത് പിന്നെ ഇതുപോലെ എൻ്റെ തലയിൽ നിൽക്കൂല. നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയുള്ള കെട്ടൊക്കെ കെട്ടിയിട്ട് അടുക്കളയിൽ പണിയെടുക്കുന്നത് ഏറ്റവും നല്ലതല്ലേ. പിന്നെ ഇന്ന് ഇട്ടില്ലാണ്ടുണ്ടാക്കുന്ന ഉസ്താമാരുടെ ചിലവായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് മാവ് ഞാൻ എടുത്ത് വെച്ചിരുന്നില്ല. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാവ് ഉപ്പിടാതെ എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ആ മാവ് എടുത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇട്ടിലുണ്ടാക്കുന്നത്. ഈസിയൊക്കെ ആക്കിയത് എന്തുകൊണ്ടാണ് ഇക്കാക്ക് നേരത്തെ തന്നെ പോകണട്ടാ. അപ്പോൾ പിന്നെ ഈസിയൊക്കെ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവല്ലോ. അങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ തിരിഞ്ഞു വന്നപ്പോഴേക്കത് ഫസ്റ്റത്തെ റൗണ്ടിൽ ഇഡ്ഡലി ആയി. ഇപ്പോൾ പിന്നെ അധിക ദിവസങ്ങളിൽ ഈ കാറൊക്കെ പോയി കഴിഞ്ഞാൽ 2:30 ആകുമ്പോഴേക്ക് വീട്ടിലെത്തൂട്ടാ. അപ്പോൾ ഇന്ന് ഇതിലേക്ക് കറി എന്തെങ്കിലും വേണ്ട. അപ്പോൾ കറി ഞാൻ വിചാരിച്ചു ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചുട്ടാ. പിന്നെ ഇവിടെ അത്യാവശ്യം കറി വേണ്ടത് നമ്മുടെ ഫിനുമോൾക്കാട്ടാ. ബാക്കിയുള്ളവർക്ക് ചമ്മന്തി ആയാലൊന്നും കുഴപ്പമില്ല, ഫിനുമോൾക്ക് എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതിലേക്ക് കറി വേണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ അവളെ സോപ്പിട്ട് മയക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനത്തെ അൽഹംദുലില്ലാ 2ാമത്തെ റൗണ്ടും വെച്ചു. പിന്നെ അത് ചമ്മന്തിക്കുള്ള റെഡി ആക്കുകയാണ് കേട്ടോ. 2 ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് അത്യാവശ്യം ഉപ്പിട്ടുകൊണ്ട് അതൊന്ന് വഴറ്റാണ്. പിന്നെ അത് ഒരു തക്കാളി 2 വറ്റൽമുളകും കൂടി അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റാൻ വെച്ചു. ആ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റാനൊക്കെ നിന്നപ്പോഴേക്കത് അടുത്ത റൗണ്ടിലും പിന്നെ ഇഡ്ഡലി ആയിട്ടാ. ആകെ 2 റൗണ്ടൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ സ്പോട്ടിൽ തന്നെ ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും ഇത് ചമ്മന്തിക്കുള്ള ഉള്ളിയും തക്കാളിയും വറ്റൽമുളകും ഒക്കെ വേണ്ടി വന്നിട്ടുണ്ട്. അതൊന്ന് ചൂടാറാൻ വെച്ചതായിരുന്നു. ചൂടാറിയതിന് ശേഷം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുത്താണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ. ഇഡ്ഡലി അതുപോലെ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി. ചമ്മന്തി ആകുമ്പോൾ പിന്നെ കുറച്ച് മതിയല്ലേ ഒന്ന് തൊട്ടുവിട്ടാൻ. അപ്പോൾ പിന്നെ അതിൻ്റെ ജാറിൽ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അത് എങ്ങനെ നോക്കിയിട്ടും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ സ്പോട്ടിൽ തന്നെ എനിക്ക് ചമ്മന്തി കണ്ടിട്ട് വായിൽ വെള്ളം വരട്ടോ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ വിചാരിച്ചു. അപ്പോൾ അതെ ഒരു കഷ്ണം വീട്ടിലെടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെ കേട്ടോ. കാരണം അത്യാവശ്യം ഉപ്പും എരിവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലുള്ള നമ്മളായ പെണ്ണുങ്ങൾ തന്നെ അല്ലേ ചട്ടിയും അതുപോലെ തന്നെ മിക്സി ഇങ്ങനെയൊക്കെ തുടച്ചെടുക്കുക. ആണുങ്ങൾ പിന്നെ ഇതിനൊന്നും വരില്ലല്ലേ. ഇവിടെ ഷിബിലി മോനക്ക് ഇഷ്ടം കേട്ടോ. പൂളുണ്ടാക്കിയ ചട്ടി അതുപോലെ കറി ഉണ്ടാക്കിയ ചട്ടി, മീൻ ഉണ്ടാക്കിയ ചട്ടി അതൊക്കെ പിന്നെ ടേസ്റ്റ് ചെയ്യാൻ. അങ്ങനത്തെ കറിക്ക് ഓമക്കായ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പരിപ്പ് ആദ്യം തന്നെ വെള്ളത്തിലിട്ടു. പിന്നെ 2 തക്കാളിയും അതുപോലെ തന്നെ 2 പച്ചമുളകും പിന്നെ ഓമക്കായ കട്ട് ചെയ്തും കൂടി അതിലേക്കാണ്ട് ഇട്ട് കൊടുത്തു. അത്യാവശ്യത്തിന് വെള്ളവും അത്യാവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും ഒഴിച്ചുകൊണ്ട് ഈസി കൊണ്ട് തന്നെ അവിടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ചോറ് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് പിന്നെ അത് മതിയെന്ന് വിചാരിച്ചു. പിന്നെ കറിക്കുള്ള തേങ്ങ ചേരുകയാണ് കേട്ടോ. തേങ്ങക്കറി ആകുമ്പോൾ ഞങ്ങൾ ഫിനുമോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്കൂൾ ഇല്ലാത്ത ദിവസം കൂടിയല്ലേ. അപ്പോൾ അത് നല്ലോണം ചിരണ്ടിയതിന് ശേഷം അതിലേക്ക് 2 ചെറിയ ഉള്ളിയും 2 ചെറിയ ജീരകവും ഇട്ടുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും ഇത് കറി റെഡി ആയിട്ടാ. അങ്ങനെ തേങ്ങയും ഒഴിച്ചു കൊടുത്തു. ഇവിടെ ആദ്യം നല്ലോണം ഓമക്കായ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ മരം പോയതിന് ശേഷം ഓമക്കായ എന്ന സാധനം നമ്മളെ വീട്ടിൽ പിടിച്ചിട്ടില്ല കേട്ടോ. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് നാത്തൂന് കൊണ്ടുവന്ന് തന്നതായിരുന്നു. പിന്നെ ഒരു ഇത്തിരി വെളിച്ചെണ്ണയിൽ കടുകും വേപ്പിലയും കൂടി ഒന്ന് വറവിട്ടെടുത്താണ് കേട്ടോ. ചില സ്ഥലത്ത് ഓമക്കായ അതുപോലെ തന്നെ കർമൂസ പപ്പായ എന്നൊക്കെ പറയില്ല. ഇവിടെ പിന്നെ കർമ്മത്തിക്കായൊന്നും പറയും കേട്ടോ. അങ്ങനെയും പറയും. പല സ്ഥലത്തും പല പേരായിരിക്കൂലേ. പിന്നെ അത് 2 എടുത്തിട്ട് അതുകൊണ്ട് തന്നെ ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്ന് ഓമക്കായ ഉപ്പേരി ഓമക്കായ കറി ആക്കിയിട്ടാ. ഇത് ഓമക്കായ ഉപ്പേരി ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ.
സാധാരണ നമ്മുടെ ഓമക്കായൻ്റെ ഉള്ളിലുണ്ടാവുന്ന കുരുല്ല അതുപോലല്ലേ ഇതൊരു വ്യത്യാസമുണ്ട് കാണാൻ. അതാട്ടെ ഞാനിത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ അത് ചെറുതായിട്ടൊന്ന് നല്ലോണം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ഓമക്കായ ഉപ്പേരി ആണെന്നുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് കുഴച്ചിട്ട് ചോറ് തിന്നാൻ. അങ്ങനെ ഞാനൊരു പാനിൽ പിന്നെ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൂട്ടാം. പിന്നെ ഇത്തിരി കടുക് ഇട്ട് കൊടുത്തു. അത് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഇത്തിരി ഉപ്പും പിന്നെ 2 വറ്റൽമുളകും ഇട്ട് കൊടുത്തുട്ടാ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു. പിന്നെ അത് അവിടെ കിടന്ന് വേവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ നേർന്ന് കിടന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് അടുപ്പിന് റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അടുപ്പിലുമൊക്കെ പോയതേ ഇല്ല. ഗ്യാസുമേലും അതുപോലെ തന്നെ ഈ സീക്കുമേലും ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതേ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം വീതന നല്ലോണം ഒന്ന് അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ അടുപ്പ് എന്നും ഡെയിലി കഴുകാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അധികം കൂടുതലായിട്ടൊന്നും കരിയൊന്നും നമ്മുടെ അടുപ്പിൽ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ അടുപ്പുമ്പോൾ കരി ഉണ്ടെന്ന് തോന്നുമ്പോൾ അങ്ങോട്ട് കഴുകൂട്ടെ. പിന്നെ രാവിലെ നമുക്ക് കഴുകാനും പറ്റില്ല. അടുപ്പ് ചൂടുണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള അടുപ്പ് കഴുകാൻ പാടില്ല എന്ന് പറഞ്ഞ് കേൾക്കണതാണ് കേട്ടോ. അപ്പം ഞാൻ അധികം ഇങ്ങനെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്ന ടൈമിലാണ് കേട്ടോ കഴുകാറ്. ഇതിനായിട്ട് ഞാൻ ഒരു തുടപ്പ് വേറെ വെച്ചിരിക്കുകയാണ്. നമ്മൾ കത്തിക്കാത്ത അടുപ്പിൻ്റെ ഉള്ളിൽ ഓരോരോ കടലാസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. അതെന്താണെന്ന് വെച്ചാൽ പിന്നെ എന്തെങ്കിലും കടലാസൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൊടുന്നിടും കേട്ടോ. അപ്പോൾ പിന്നെ ആദ്യം തന്നെ അടുപ്പ് കത്തിക്കുമ്പോൾ കടലാസിലാണ്ട് കത്തിക്കും. അതാണ് കേട്ടോ അവിടെ അങ്ങനെ അവിടെ കാണുന്നത്. കടലാസിൽ ആദ്യം തന്നെ കത്തിക്കുമ്പോൾ പിന്നെ ഓലക്കൊടുമ്പോൾ പെട്ടെന്നാണ് പിടിക്കല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അടുപ്പൊക്കെ ക്ലീനാക്കി വന്നപ്പോഴേക്ക് ഇത് ഓമക്കായ നല്ലോണം ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഗ്യാസ് അടുപ്പും ക്ലീൻ ആക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് ചൂടന്നായിരുന്നു. എന്നാലും അത് ഒന്ന് റിങ്ങൊക്കെ എടുത്തുകൊണ്ട് അതൊന്ന് ക്ലീൻ ആക്കി. നമ്മുടെ ഗ്യാസ് അടുപ്പിനൊന്നും ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അത് കുടിയിരിക്കലിൻ്റെ ഗ്യാസ് അടുപ്പാണ് കേട്ടോ. 10 വർഷത്തോളമായിട്ട് നമ്മുടെ വീട് കൂടിയിരുന്നിട്ട്. അങ്ങനത്തെ ആ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മുസ്താഹിൻ്റെ ചിലവിൻ്റെ അന്ന് കുറച്ച് ചിക്കൻ ബാക്കി എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏതായാലും ഒന്നും എല്ലാവരും വീട്ടിലുള്ളതല്ലേ. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്തിരി സുർക്കയും കൂടി ഇട്ടുകൊണ്ട് അതൊന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്ത് വെക്കാണ്ട് ഫ്രിഡ്ജിൽ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ സമയത്ത് ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ കുളി നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചിക്കൻ പൊരിക്കുന്നത്. കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. അതൊക്കെ മതി. നമ്മൾ ഒരു നേരത്തിനല്ലേ. അപ്പോൾ പിന്നെ അതൊക്കെ മതി കേട്ടോ. അങ്ങനത്തെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കണം. അപ്പോഴേക്ക് ഇക്കി എത്തി കേട്ടോ. എന്താണ് ആരും കാണാത്ത അറിയാം. ഇക്ക് ഷിബിലിമോന് ഷർട്ട് ഇട്ടിട്ടില്ല. അതാണ് കേട്ടോ അവിടെ ആരും കാണാത്തത്. അപ്പോൾ പിന്നെ ആ സീനൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ടേബിളൊക്കെ ക്ലീനാക്കി. പിന്നെ എനിക്ക് പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടല്ലോ. അത് പിന്നെ നമ്മുടെ കടമ തന്നെയല്ലേ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തേക്കുള്ള ഒപ്പിക്കാൻ കേട്ടോ ഇക്ക പൂള കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കാമെന്ന് വെച്ചു. പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൂടോടെ തന്നെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ പൂളവണ്ടി എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച വരും കേട്ടോ. പക്ഷേ ഇവിടെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങും വണ്ടിക്കാരുടെ അടുത്തുനിന്ന്. ഇത് പിന്നെ ഇക്ക കടയിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അതിലേക്ക് അത്യാവശ്യത്തിന് വെള്ളം പിന്നെ ഒരിത്തിരി ഉപ്പും ഒഴിച്ചുകൊണ്ട് അതൊന്ന് വിസിലടിപ്പിക്കാൻ വേണ്ടി പിന്നെ അതൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചു. പിന്നെ അസറ് ബാങ്ക് കൊടുക്കാൻ സമയത്ത് ഈ സീക്കുമ വെക്കാമെന്ന് വെച്ചു. പിന്നെ ബാങ്ക് കൊടുത്തതിൻ്റെ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് അത് വിസിലടിച്ചിട്ടുണ്ട്. പിന്നെ ചായക്ക് വെള്ളം വെച്ചു. അങ്ങനത്തെ നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ലോണം വന്നിട്ടുണ്ട്. ഇങ്ങനെ വേവണല്ലേ, എന്നാലും പൂളൊക്കെ ടേസ്റ്റ് കിട്ടും. ഇവിടെ പൂളാന്നട്ടോ പറയാറ്. ചിലടത്ത് കപ്പ എന്നൊക്കെ പറയില്ലേ. പല സ്ഥലത്തും പല പേരായിരിക്കില്ലേ. ഓമക്കായനെ കൊണ്ട് പറഞ്ഞ പോലെ. അങ്ങനത്തെ തേങ്ങ ചിരകലൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലോണം കഴുകി വെച്ചു കേട്ടോ ചിരവ. പിന്നെ അത് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പിന്നെ മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടില്ലേ. പാലിനേക്കാളും എന്തിൽക്കും തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അങ്ങനത്തെ അതൊന്ന് അരിച്ചെടുത്തു. അപ്പോൾ അത്യാവശ്യം തേങ്ങാപ്പാൽ അതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടോ. പിന്നെ ഞാൻ ആ പൂള ഉടച്ചത് ഈ തേങ്ങയും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഗ്യാസുമൊന്നും വെച്ചതൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ മതിയെന്ന് വെച്ചു. കാരണം ചൂടുള്ള പൂളയല്ലേ. അപ്പോൾ അതിൽ കിടന്ന് മിക്സ് ആകുമ്പോൾ ഒന്നും കൂടി പ്രത്യേക ടേസ്റ്റ് കിട്ടില്ല. പിന്നെ അത് ഒരിത്തിരി വെളിച്ചെണ്ണയും കടുകും വേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് അതൊന്ന് റെഡിയാക്കിയിട്ട് അപ്പോഴേക്കും ഷിബിലും മോനും ഇക്കയും കൂടി പിന്നെ അസറസ്കെച്ച് പള്ളിയിൽ നിന്ന് വന്നു. എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി റെഡിയാവാണേ. ഷിബിലിമോൻ അപ്പോഴേക്കും എല്ലാവർക്കും കൂടി സ്പൂൺ തിരഞ്ഞു നോക്കണ തിരക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ ചായയും കടി ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.